Yes. Good evening. Good evening, ma'am. നിങ്ങൾക്ക് ജോയിൻ ആയിട്ട് കുറച്ച് നേരമായില്ലേ നിങ്ങള്? ഇല്ല, ലിങ്ക് ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളല്ലോ. ആ ഓക്കെ ഓക്കെ ശരി. നമ്മള് കോംബോ ആണ്, പ്രീ പ്രൈമറി കോംബോ ആണല്ലോ ക്ലാസ്. നിങ്ങക്ക് പ്രാക്ടിക്കൽ വർക്ക് ഷാനാംസ് തന്നായിരുന്നോ? ഷാനാമിസ് തന്നില്ല. ഇല്ല ചാർട്ട് വർക്ക് ഇല്ല. മോണ്ടിസറി ഗ്രൂപ്പിൽ ഇട്ടില്ലേ ഞാൻ ചാർട്ട് വർക്ക്? ഇപ്പൊ സെയിം കുറച്ച് വർക്ക് നേരത്തെ എടുത്തല്ലേ? തന്നെയാണ്. അതെ അതെ, സെയിം വർക്ക് തന്നെയാണ് പ്രീ പ്രൈമറിക്കാർക്കും ചാർട്ടിൽ വരുന്നത്. അത് ഞാൻ പ്രീ പ്രൈമറി ഗ്രൂപ്പിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഞാൻ പ്രീ പ്രൈമറി ഗ്രൂപ്പിലൊക്കെ ഡയറക്റ്റ് ഫോർവേഡ് ചെയ്തേക്കാണ്. അപ്പൊ അത് കോപ്പി പേസ്റ്റ് ചെയ്യരുത് എന്നാണ് ലാസ്റ്റ് എഴുതിയ മെസ്സേജ് കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് മോഡൽസ് ആണ് അയച്ചത്. ചാർട്ട് വർക്ക് 10 എണ്ണാണ് മിനിമം 10, മാക്സിമം എത്രയാവാം. എങ്ങനെ 10 എന്ത് എല്ലാം കൂടി കൂട്ടിട്ടോ? 10 എണ്ണം, 10 ചാർട്ട്. അതില് ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി ഒക്കെ പറയണ്ടല്ലോ, അങ്ങനെയാണോ 10 എണ്ണം? അതെ അതെ, ഞാൻ പറയാം. ഇംഗ്ലീഷില് 2 ചാർട്ട്, ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്ററിൽ സ്മോൾ ലെറ്റർ ചെയ്യുമ്പോൾ ലെറ്റർ, പിക്ചർ ആൻഡ് അതിന്റെ വേർഡ് എ ആൻഡ് അല്ലെങ്കിൽ ആപ്പിൾ. ദെൻ അതിന്റെ പിക്ചറാണ്, ഒരു ആപ്പിളിന്റെ പിക്ചറോ അല്ലെങ്കിൽ ആൻഡിന്റെ പിക്ചറോ കൊടുക്കാം. എന്നിട്ട് താഴെ അതിന്റെ നെയിം. നമ്മൾ കള്ളി വരയ്ക്കില്ലേ, ആ ചാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 28 കള്ളികളാണ് വരയ്ക്കാൻ പറ്റുക. ഐ മീൻ 7 എണ്ണം വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും 10, 7 എന്നുള്ള രീതിയിൽ കള്ളികൾ വരച്ചു കഴിഞ്ഞാൽ. മിസ് ഒരു മിനിറ്റ്, ഒരു ഡൗട്ട് ആയിക്കട്ടെ. ഇത് ഞങ്ങള് പ്രീ പ്രൈമറിയിലെ കോംബോക്കാർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലെ? അതെ, കോമൺ വർക്കാണ്. ക്യാപിറ്റലും സ്മോളും വേറെ വേറെ ആക്കി എഴുതണം അല്ലേ? അതെ, സെപ്പറേറ്റ് ആക്കി എഴുതണം. സെപ്പറേറ്റ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചാർട്ട് ആക്കിട്ടോ അതോ സെപ്പറേറ്റ് അതിന്റെ അടുത്ത് എഴുതേ? സെപ്പറേറ്റ് ചാർട്ട് വേണ്ട, വൃത്തിയാവണ്ടേ? മോഡൽ കണ്ടില്ലേ? മോഡലിലുള്ള അതേപോലെ തന്നെ ലെറ്റർ, പിക്ചർ, വേർഡ്. അപ്പൊ ചാർട്ടില് 28 കള്ളികൾ വരയ്ക്കാൻ കിട്ടും കറക്റ്റ് ആയിട്ട്. മുകളിൽ നമ്മൾ മോഡൽ കിട്ടിയിട്ടില്ല, ഒന്ന് ഗ്രൂപ്പിലിട്ടുണ്ടല്ലോ, ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിലിട്ടോ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പ്രീ പ്രൈമറിയുടെ ഗ്രൂപ്പിലും ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട്. മോണ്ടിസറിക്കാർക്ക് നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു മോഡലിൽ ചെയ്യുക. ആ ഒരു മോഡൽ നിങ്ങൾ അതേ രീതിയിൽ തന്നെ ചെയ്യേണ്ട. പലർക്കും പല രീതിയിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം സ്ക്വയർ വരയ്ക്കുന്നതിന് പകരം സർക്കിൾ വരയ്ക്കാം. ദെൻ പോളിഗൺസ് വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. ചെയ്യുന്നത് പെർഫെക്റ്റ് ആൻഡ് നീറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ടീച്ചിങ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. ടീച്ചിങ് എയ്ഡ് ആയിട്ട്, അതായത് ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോഴോ നമുക്ക് കൃത്യമായിട്ട് ചെറിയ വേർഡ്സുകളല്ലേ പറ്റുള്ളൂ. ഇപ്പം ചെറിയ വേർഡ്സ് ആണ് ഏറ്റവും നല്ലത്. ആൻഡ്, ബി, ബാറ്റ്, സി, ക്യാപ്പ്, ഡി, ഡോഗ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഒട്ടിക്കാനാണല്ലേ വരയ്ക്കാൻ? അങ്ങനെ വരച്ചാൽ ഏറ്റവും ബെറ്റർ. വരയ്ക്കാൻ കഴിയാത്തവർക്ക് ഒട്ടിക്കാം. ഇതിപ്പോ മാം കുറെ സബ്ജക്റ്റിന്റെ തന്നില്ലേ മാം? അതൊക്കെ ഇതേപോലെ ചെയ്തിട്ട് എന്നാ അയക്കേണ്ട ഡേറ്റ് ഉണ്ടോ? ഇതെല്ലാം ഒരു ടൈമിലാണ് ചെയ്യാനുള്ളത് അതോ ഒരു വർക്ക് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത വർക്ക് ചെയ്യാൻ? അങ്ങനെയാണോ?
10 ചാർട്ടും ഒരുമിച്ച് നിങ്ങൾ മെൻഡർക്ക് സബ്മിറ്റ് ചെയ്യാം. ചാർട്ടുണ്ടല്ലേ? 10 ചാർട്ട് ഉണ്ട്. ഓരോന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മള് ഇംഗ്ലീഷ് പറഞ്ഞു. ഇംഗ്ലീഷ് ക്യാപിറ്റൽ ആൻഡ് സ്മാള്. ദെൻ മലയാളം 3 ചാർട്ടാണ്. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ ആൻഡ് കൂട്ടക്ഷരങ്ങൾ. കൂട്ടക്ഷരങ്ങളിൽ തന്നെ നമുക്ക് ചില്ലക്ഷരങ്ങളും ഉൾപ്പെടുത്താം. എൺ, എൾ, എർ അങ്ങനെയുള്ള ചില്ലക്ഷരങ്ങൾ വരുന്നില്ലേ? ചിതൽ, കൂട്ടക്ഷരങ്ങൾ മിസ്സേ കുറച്ചല്ലേ വരുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു ചാർട്ടില് ഫുള്ളായിട്ടുണ്ടാവില്ല. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ കൂടുതൽ കൂട്ടക്ഷരങ്ങളുടെ ചില്ലാക്ഷരങ്ങൾ ഉപയോഗിക്കാന്നാണ് മാം പറഞ്ഞത്. ചില്ലക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കൂട്ടക്ഷരങ്ങൾ മാത്രം. കൂട്ടക്ഷരം ജസ്റ്റ് ഒന്ന് മോഡൽ മലയാളത്തിൽ 3 ചാർട്ട് അല്ലേ ടോട്ടല്? മലയാളത്തിൽ 3, ഇംഗ്ലീഷിൽ 2. 3 ചാർട്ട്, ഇംഗ്ലീഷിൽ 2. അപ്പൊ മിസ് മലയാളത്തിൽ ഇത് മറ്റേ അക്ഷരങ്ങൾക്ക് പിക്ചർ കണ്ടല്ലോ, ഈ ലെറ്റേഴ്സ് മാത്രം മതിയോ? നമ്മൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അതിന്റെ മോഡലില് കൃത്യമായിട്ട് ഞാൻ വിട്ടിട്ടുണ്ട്. അക്ഷരം, ചിത്രം, വാക്ക്. നമ്മൾ ലാംഗ്വേജിൽ വരുന്നതിന്റെ. പിന്നെ അറബി ഓപ്ഷണൽ ആണ്. അറബി ചെയ്താൽ നല്ലതാണ്. അറബിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ചാർട്ട്. അപ്പൊ അത് മതി. ഫ്ലാഷ് കാർഡും ചാർട്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ അത് മതി. അറബി അത് മതി. മറ്റുള്ള വേറെ നിങ്ങൾ ചോദിച്ചോളൂ. അറബി ചെയ്യാത്തവര് ചെയ്യേണ്ടല്ലോ വെച്ചാൽ നിങ്ങൾ ചോദിക്കാനുള്ള ഇപ്പൊ ചോദിക്കും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ചോദിക്കല്ലേ. എന്താണ് ചോദിക്കാനുള്ളത്? അല്ല, അറബിന്റെ സബ്ജക്റ്റ് ഇല്ലാത്തവര് ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്യണോ നമ്മള്? ചെയ്താൽ നല്ലതാണ്. ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ, മിനിമം 10. മിനിമം ആണ് 10. മാക്സിമം എത്രയും ആവാം. അറബി ഉണ്ട്. അതുപോലെ മാത്സിൽ ഒരു ചാർട്ടാണ് 1 to 100 ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 1 to 10 വരെ നമുക്ക് ഓരോ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം മാത്സിൽ ചാർട്ട്. ദെൻ അഡീഷൻ കൊടുക്കാം, ഓഡ് ആൻഡ് ഈവൻ കൊടുക്കാം. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് 1 to 100. നമ്പേഴ്സ് പഠിപ്പിക്കേണ്ടത് നമുക്ക്, അതിനുള്ളതാണ് 1 to 100. ദെൻ അതിന്റെ ഫ്ലാഷ് കാർഡ് നമുക്ക് എന്തായാലും വരുന്നുണ്ട്. 10 വരെയുള്ള ഫ്ലാഷ് കാർഡ്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 10 വരെ നിങ്ങളെ നിർബന്ധിക്കാതിരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഹിന്ദിയാണ്. ഹിന്ദിയിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് EVS ആണ്. EVSൽ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് നാച്ചർ എടുക്കാം. ഇപ്പൊ നാച്ചർ ആ ചാർട്ടിൽ മൊത്തമായിട്ട് നമ്മൾ നാച്ചർ വരയ്ക്കുകയോ, ഏറ്റവും നല്ലത് വരയ്ക്കുകയാണ്. കാരണം നാച്ചുറൽ വരയ്ക്കുമ്പോഴാണ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ആയി കിട്ടുന്നത്. ഹിൽസ്, ഫീൽഡ് അതായത് മലകള്, കൃഷിസ്ഥലങ്ങള്, വീട്, ദെൻ ഫാം, ആനിമൽസിന്റെ ഷെഡൊക്കെ വരും ഫാമില്. അത് പിന്നെ കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മരങ്ങൾ കൊടുക്കാം. പ്ലാന്റ്സ്, ടൊമാറ്റോ, ഓണിയൻ, പൊട്ടറ്റോ അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ നമുക്ക് ചൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഒരു ചാർട്ടില് ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ക്രയോൺസ് കൊണ്ടോ അല്ലെങ്കിൽ വാട്ടർ കളർ കൊണ്ടോ ചെയ്യാം. എന്നിട്ട് അതിൽ നമ്മൾ ട്രീ നമ്മൾ വരയ്ക്കുന്നുണ്ട്. നമ്മൾ വലിയൊരു ട്രീ സൈഡിൽ വരയ്ക്കുന്നുണ്ട്. ആ ട്രീയെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്യാം. ആ മരത്തിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് റൂട്ട്, സ്റ്റെം, ബ്രാഞ്ച്, ലീവ്സ്, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്. ഇപ്പൊ ലീഫിൽ ഗ്രീൻ ലീഫ് ഉണ്ടായിരിക്കും, ഡ്രൈ ലീഫ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു പ്ലാന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ് നമുക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്യാം. ഒരു ചാർട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. നാച്ചുറിന്റെ റിവർ, പോണ്ട്, ഹട്ട്, ഹൗസ്, ഷെഡ്, ഹിൽസ്, ഫീൽഡ്, ദെൻ സൺറൈസ്. ഇതൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നാച്ചുർ എന്ന ചാർട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതെല്ലാം നിങ്ങൾ ഹോം യൂട്ടൻസിൽസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ
വീട്ടിലുള്ള എല്ലാ യൂട്ടൻസിൽസും നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്യാം. ഇത് ഞമ്മക്ക് നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്താ പോരെ. യെസ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. ഞാൻ ഇങ്ങനെ ചെയ്യാവൂ, ഇതേ ചെയ്യാവൂ, ആ കളറെ ഉപയോഗിക്കാവൂ എന്നൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഇമാജിനേഷൻ വേണം. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ എങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് വേണം. അവിടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. നേച്ചറിനെ കുറിച്ച് ഇപ്പൊ അത്രയും കാര്യം ഒരു ചാർട്ടിൽ കൂടെ അത്രയും ചെറുതായിട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇല്ല, വളരെ വലുതായിട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഹില്ല് കൊടുത്തു, മലകൾ വരച്ചു, മലയുടെ 2 മലകൾക്കിടയിൽ നമുക്ക് സൺറൈസ് കൊടുക്കാം. പിന്നെ താഴ്വാരം, അവിടെ നമുക്ക് നെൽപ്പാടം കൊടുക്കാം. താഴ്വാരത്തൂടെയുള്ള റോഡ് കൊടുക്കാം. ഒരു സൈഡിൽ നമുക്ക് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. മറുഭാഗത്ത് നമുക്ക് ഒരു ചെറിയൊരു വില്ലേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അവിടെ കുറെ വീടുകളുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീടുകൾ, ഹട്ട് ഉണ്ട്, ഹൗസ് ഉണ്ട്, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീടുകളുണ്ട്. ഈ ഫോറസ്റ്റിന്റെ ഏരിയയിലോട്ട് വരുമ്പോൾ നമുക്ക് ആനിമൽസിനൊക്കെ നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പം നാച്ചുറൽ തന്നെ വീടൊക്കെ ആകുമ്പോൾ നമുക്ക് നോർമലി ഡൊമസ്റ്റിക് ആനിമൽസിനെ ചൂസ് ചെയ്യാം. വീടിന്റെ സറൗണ്ടിങ്സിൽ പൂച്ച, നായ, അതുപോലെ കോഴി, പ്രാവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം. ചാർട്ട് വലുതല്ലേ, ചാർട്ടിന് നമ്മൾ ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു മോഡൽ ഞാൻ വിട്ടുതരാം. അത് ജസ്റ്റ് നെറ്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ചെയ്ത ചാർട്ട് എന്റെ ഇതിൽ ഒന്നെങ്കിൽ ഹോമിനെ കുറിച്ച് അല്ലെങ്കിൽ നാച്ചുറൽ ഏതെങ്കിലും ഒന്ന്, അങ്ങനല്ലേ? ഏതെങ്കിലും ഒന്ന് ചെയ്യാം EVS-ൽ. ഓക്കെ. പിന്നെ നമുക്ക് മിനിമം 10 ചാർട്ട് വെക്കാം. പിന്നെ അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഇംഗ്ലീഷ് 2, മലയാളം 3, മാത്സ്, EVS, ഹിന്ദി, എല്ലാം പറഞ്ഞില്ലേ. ഇതാണ് ചാർട്ട് വർക്ക്. മിസ് 1 സെക്കൻഡ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ. ഇപ്പൊ നാച്ചുറൽ നമ്മള് ഇപ്പോ ഹിൽസ്, ഫീൽഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ മെൻഷൻ ചെയ്യണം? വേണ്ട, ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം ഞാനിപ്പം ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്തേ. കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ടോ? വിസിബിൾ അല്ലേ? ഇല്ല, ഇല്ല. സ്റ്റക്ക് ആയിട്ടുള്ള. ഇതൊക്കെ ആയിട്ടാണോ? ശരി. ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ, കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. സ്റ്റെക്ക് ഉണ്ട്. ഓക്കെ, ഇത് വലിയൊരു പിക്ചറാണ്. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് മാം. ക്ലിയർ അല്ല മാം. ക്ലിയർ ഇവിടെ അല്ല. ട്രങ്ക്. ഓക്കെ, ഇത് കാണുന്നുണ്ടല്ലോ? ഇല്ല, ബ്ലാങ്ക് ആണ്. ഓക്കെ, അത് ആ പിക്ചർ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് തരാം. ജസ്റ്റ് അത് നെറ്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അതിനേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ ഒരു ഭാഗം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ പിന്നെ ആർട്സ് ഡേക്കൊക്കെ ഓൺ ദ സ്പോട്ടിൽ ചിത്രം വരയ്ക്കാൻ കൊടുക്കും. കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറയും. കുട്ടികളോട് ഇമാജിനേഷൻ കൊടുക്കുകയാണ്. അപ്പൊ ആ ഇമാജിനേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളുടെ പേപ്പർ നോക്കുമ്പോൾ ആദ്യം നോക്കുന്നത് കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ചിത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ നോർമൽ കുട്ടികൾ എന്താ ചെയ്യുക? 2 ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ ഇടയിൽ സൂര്യൻ വരച്ചിട്ട് അങ്ങനെ കൊടുക്കും. പക്ഷെ ആ ഒരു പേപ്പറിൽ ആ സൂര്യൻ വരച്ചതിന് താഴെ എന്തെല്ലാമാണ് ആ കുഞ്ഞ് ചെയ്തത്? കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു തീം കൊടുത്ത സമയത്ത് വളരെ മനോഹരമായിട്ടൊരു കുഞ്ഞ് ചെയ്തു വെച്ചത് എന്താണെന്നറിയോ? സണ്ണിനെ വരച്ചിട്ട് സണ്ണിന്റെ വെളിച്ചം ഉണ്ടല്ലോ, താഴെ റിവർ വരച്ചു. റിവർ വരച്ച് ആ റിവറിൽ കുറച്ച് ഫിഷർമാൻസ്, ബോട്ടിലൊക്കെ ഫിഷർമാൻസ് ഉണ്ട്, സൈഡിൽ അലക്കുന്ന സ്ത്രീകളും കുളിക്കുന്ന പുരുഷന്മാരുണ്ട്, പുഴയോരത്ത് കളിക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ പുഴക്ക് കുറുകെ ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നു, സൈഡിൽ ചെറിയൊരു മാർക്കറ്റ്, ദെൻ പുഴയുടെ ആ മാർക്കറ്റിന്റെ സൈഡിലായിട്ട് കുറച്ച് വീടുകൾ, ഷോപ്സ് ഒക്കെ വരച്ചതിന് ശേഷം താഴെ ഈ പുഴയില് ആ സൂര്യന്റെ പ്രതിബിംബം വരച്ചിട്ടുണ്ട്. എത്ര മനോഹരമായ പിക്ചർ! ഒരൊറ്റ തീം, ഒരൊറ്റ സെന്റൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. സൂര്യൻ ഉദിച്ചു വരുന്നത്, കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ചിത്രം നിങ്ങൾ വരയ്ക്കുക. നിങ്ങൾ കണ്ട മനോഹരമായിട്ടുള്ള ഒരു ഉദയം. മലയാളത്തിലാണ് കൊടുക്കുക ആർട്സിന്. അപ്പോ ആ രീതിയിലായിരിക്കണം നമ്മുടെ ക്രിയേറ്റിവിറ്റി. ഐ മീൻ ആ കുട്ടി ആ ഒരു ക്രിയേറ്റിവിറ്റി ആ ഒരു പേപ്പറിലേക്ക് പകർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ടീച്ചർ ഉണ്ടായിരിക്കും, ഇല്ലേ? കറക്റ്റായിട്ട് ആ കുഞ്ഞിനെ ഗൈഡ് ചെയ്യുന്ന അവന്റെ ടീച്ചറിനാണ് ആ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവന്റെ പാരന്റ്. ഇതായിരിക്കണം നമ്മളും നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. നാച്ചുറിനെ കുറിച്ച്, അല്ലെങ്കിൽ ഹോം യൂട്ടൻസിൽസ് വരയ്ക്കാനൊക്കെ പറഞ്ഞാൽ മിക്ക ട്രെയിനീസ് എന്താ ചെയ്യുക? കിച്ചണിലുള്ള റാക്ക് അതുപോലെ കിച്ചണിലുള്ള എല്ലാ യൂട്ടൻസിൽസിന്റെയും പിക്ചർ എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് അതിന്റെ പേര് എഴുതി വെക്കും. പക്ഷെ അതേസമയം കിച്ചൺ യൂട്ടൻസിൽസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വലിയൊരു ഹാള് മേക്ക് ചെയ്തിട്ട് ആ ഹാളിൽ ഒരു ഭാഗത്ത് ലിവിങ് ഏരിയ, ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ, ഒരു ഭാഗത്ത് ഓപ്പൺ കിച്ചൺ, ഒരു ഭാഗത്ത് കിച്ചൺ വരുന്ന യൂട്ടൻസിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള പിക്ചർ ആയിരിക്കും. കാരണം ആ ഒരു വീടിന്റെ എല്ലാ ഉള്ളടക്കവും ആ ഒരു പിക്ചറിൽ വന്നിരിക്കും. വരയ്ക്കാൻ കഴിവുള്ളവർ വരയ്ക്കുക, വരയ്ക്കാൻ കഴിവില്ലാത്തവര് സ്കെച്ച് ചെയ്യുക. പേപ്പർ പിക്ചർ എടുത്തിട്ട് സ്കെച്ച് ചെയ്തെടുത്താൽ മനോഹരമായിരിക്കും. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ നാച്ചുറിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം മിസ് എന്തേ പറഞ്ഞേ? ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഒരു എന്തെങ്കിലും മരമോ, അല്ലെങ്കിൽ മരമാണ് ഏറ്റവും നല്ലത്. കാരണം മരത്തിനെ കുറിച്ചാവുമ്പോൾ നമുക്ക് ബോട്ടണിയിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട്, അതായത് EVS എൻവയോൺമെന്റൽ സ്റ്റഡീസിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ആ കുഞ്ഞിനത് പഠിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരത്തിന്റെ പാർട്സ് പഠിപ്പിക്കണം. പാർട്സ് ഓഫ് ട്രീ വിത്ത് പഠിപ്പിക്കണം. മുളക്കണ ആ സംഭവം അല്ലേ മാം? അതിന് വേര് അത് ജെർമിനേഷൻ, പിന്നെ ലൈഫ് സർക്കിള്. ആ അത് EVS ആ ഒരു ഇത് വരക്കണേ പറ്റുമോ? അത് നിങ്ങൾക്ക് മോണ്ടിസറി ചെയ്യാനുള്ള ഒരു വർക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ പ്രഷർ ചെയ്യാത്തത്. മോണ്ടിസറിക്കാർക്ക് അത് LKG ബുക്കിൽ കാണുന്നുണ്ട്. അതെ അതെ, മോണ്ടിസറിയില് പിന്നെ മോണ്ടിസറിക്കാര് കൾച്ചറൽ ഏരിയയില് ആനിമൽസിന്റെ ലൈഫ് സർക്കിളും ഉണ്ട്, അതുപോലെ പ്ലാന്റ്സിന്റെ ലൈഫ് സർക്കിൾ മേക്ക് ചെയ്യണം. ഇപ്പൊ ലൈഫ് സർക്കിൾ മേക്ക് ചെയ്യാം. ലൈഫ് സർക്കിൾ മേക്ക് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടിലേക്കും ഉപയോഗിക്കാം. ലൈഫ് സർക്കിൾ മേക്ക് ചെയ്യുമ്പോ നമുക്ക് കുറച്ച് ഏരിയ ചെയ്യുമ്പോ പിന്നെ മോണ്ടിസോറിയിൽ വേറെ തരുമ്പോ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണോ? അത് ഫയൽ വർക്കാണ്. അപ്പൊ പിന്നെ അതാ ഞാൻ പിന്നെ ചാർട്ടിലേക്ക് അതിനെ കൊണ്ടുവരാത്തത്. പിന്നെ ചാർട്ടിലേക്ക് നമ്മൾ ലൈഫ് സർക്കിൾ കൊണ്ടുവരുമ്പോൾ ലൈഫ് സർക്കിൾ ചെറിയൊരു ഭാഗമേ ഉള്ളൂ, പക്ഷെ നമുക്ക് വേണ്ടത് വളരെ വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പൊ കുഞ്ഞിനെ നാച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ
മൃഗങ്ങളെ കുറിച്ച്, പ്ലാന്റ്സിനെ കുറിച്ച്, അതുപോലെ ഡൊമസ്റ്റിക് ആനിമൽസിനെ കുറിച്ച് എല്ലാം നമുക്കവിടെ പഠിപ്പിക്കാം. ഓക്കെ. മഴമേഘങ്ങള് ഇപ്പൊ ക്ലൗഡിന് ഹിൽസ് തടഞ്ഞു നിർത്തുന്നതിനെ കുറിച്ച് വരെ നമുക്ക് ഈ ചാർട്ട് വെച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റും. നാച്ചുറൽ ചെയ്യുമ്പോൾ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആവുക. കാരണം നിങ്ങൾക്ക് ടീച്ചിങ് എയ്ഡ് ആയിട്ട് EVS എന്ന സബ്ജക്ട് എടുക്കാൻ പോകുന്ന സമയത്തും അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജിൽ ആനിമൽസിന്റെ പേര് പഠിപ്പിക്കുന്നുണ്ട്. പേര് പഠിപ്പിക്കാനൊക്കെ നമുക്ക് ഈ ചാർട്ട് യൂസ് ചെയ്യാം. ആനിമൽസ് ഒക്കെ കൂടുതലായിട്ട്, ഡൊമസ്റ്റിക് ആനിമൽസ് ഒക്കെ കൂടുതലായിട്ട് അതിലുണ്ടെങ്കിൽ പേരൊക്കെ പഠിപ്പിക്കാനും പ്ലാന്റ്സിന്റെ പേര് പഠിപ്പിക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. മറ്റേ നേരത്തെ ഞാൻ കാണിച്ചു തന്ന പിക്ചർ ഈ ഒരു ഐഡിയാസ് പറഞ്ഞപ്പോ ഒരു കുട്ടി നെറ്റിൽ സെർച്ച് ചെയ്തതാണ്. ജെമിനിയോട് ചോദിച്ചിട്ട് ജെമിനി വിട്ടുകൊടുത്തൊരു പിക്ചറാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, എത്ര മനോഹരമായ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ മൈൻഡിലുണ്ടോ അത് ടൈപ്പ് ചെയ്ത് ജെമിനിക്ക് കൊടുത്ത ജെമിനി ഓൺ ദി സ്പോട്ടിൽ ഒരു പിക്ചർ നമുക്ക് ഉണ്ടാക്കി അയച്ചു തരും. ഈ AI ടൂളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ ടീച്ചേഴ്സ് Yes. ഉപയോഗിക്കണേ അല്ലെ? അതെ കുറെ അതെ അതെ. അതിലൊക്കെ ഇട്ടാല് നമുക്ക് കയ്യിലൊക്കെ ഐഡിയാസ് ഇട്ട തരുമല്ലോ. നോട്ട്ബുക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതില് അതെ, കൂടുതലായിട്ട് ഇപ്പൊ നമുക്ക് പ്രൊജക്ട് ഇൻസ്റ്റഗ്രാമിൽ വർക്ക്. സ്ക്രോൾ ചെയ്യുമ്പോ തന്നെ കാണിക്കണേ AI ടൂൾസ് ടീച്ചേഴ്സിന് അതെ, ഉപയോഗിക്കാൻ പറ്റിയത് കുറെ. യെസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്ന വർക്കാണ് നഴ്സറി റൈംസും സ്റ്റോറീസും. 10 റൈംസ് മലയാളം, 15 റൈംസ് ഇംഗ്ലീഷ്, ടോട്ടൽ 25. ഓരോ 10 റൈംസും ഓരോ മലയാളം സ്റ്റോറി. ചാപ്റ്ററിൽ വേണം. അതിന്റെ ഒരു മോഡൽ ഞാനിപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു തരാം. ചാർട്ടിലല്ല, അത് നിങ്ങൾ റെക്കോർഡ് ബുക്ക് ഇല്ലേ, നമുക്ക് നോർമലി ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന റെക്കോർഡ് ബുക്ക് ഉണ്ടായിരിക്കും, അതിലാണ് ചെയ്യേണ്ടത്. ലൈനുള്ള ഭാഗത്ത് റൈംസോ സ്റ്റോറിയോ ഒക്കെ എഴുതാം. ലൈൻ ഇല്ലാത്ത ഭാഗമുണ്ട് അവിടെ നമ്മളിങ്ങനെ ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ ബുക്ക് ഓപ്പൺ ചെയ്യാൻ, അപ്പൊ ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു ഭാഗം ലൈൻ ഉള്ളതും ഈ ഭാഗം ലൈൻ ഇല്ലാത്തതും ആയിരിക്കും. ഇപ്പൊ ലൈനുള്ള ഭാഗത്ത് നമ്മൾ സ്റ്റോറി റൈംസും എഴുതുക, ലൈന് ഇല്ലാത്ത ഭാഗത്ത് അതിന്റെ പിക്ചർ ഒട്ടിക്കാം. ഇപ്പൊ ചെറിയ റൈംസ് ഒക്കെയാണ് നമ്മൾ ഓൾറെഡി മറ്റേ അത് വാങ്ങിയിട്ടുണ്ടല്ലോ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന് റെക്കോർഡ് ബുക്ക്. അതിൽ ചെയ്യാൻ പറ്റാതെ വേറെ വാങ്ങണോ? അതിൽ നമുക്ക് വേറെ ചെയ്യാനുണ്ട്. റിലീസ് നോട്ട് വരുന്നുണ്ട്, റിഡിൽസ് ഇത് വരുന്നുണ്ട്. ചാർട്ടിൽ എഴുതി കഴിഞ്ഞാൽ മാം നമുക്ക് പിന്നെ ഇത് നമ്മൾ ഇപ്പൊ ട്രെയിനിങ്ങിന് അങ്ങനെ പോകുമ്പോ നമുക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആവൂലേ? ചാർട്ടിൽ എഴുതി കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവും, പക്ഷേ നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ചാർട്ട് നിങ്ങൾക്ക് കുറച്ചു കാലം കഴിഞ്ഞ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ആ ചാർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ ചാർട്ട് മിക്കവാറും അത് പൊട്ടിപ്പോവും, എവിടെയെങ്കിലുമൊക്കെ കീറും. പക്ഷെ നല്ല റെക്കോർഡ് ബുക്ക് ആകുമ്പോൾ നമുക്ക് അത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതേ രീതിയിലൊക്കെ ഒരു ബുക്ക് ആയിരിക്കുമ്പോൾ നമുക്ക് ആ ബുക്ക് കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ കുട്ടികള്, നിങ്ങളെ മക്കൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഒരാഴ്ച അവര് വന്നിട്ട് മിസ് എന്താ പഠിപ്പിച്ചെന്നേ, മിസ്സിന് ആകെ ഒരു നഴ്സറി സോങ്ങേ അറിയുള്ളൂ, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എന്നും ഇതന്നെ പാടിത്തരാം എന്നാണ് കുഞ്ഞ് നിങ്ങളോട് വന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ആ ടീച്ചർ വേറെ ഒരു നഴ്സറി സോങ് പഠിപ്പിച്ചാലില്ല, വേറെ ഒന്നും മിസ്സിന് വേറെ ഒന്നും അറിയില്ലേ എന്ന് നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് പറയാനിടവരുത്. അതിനാണ് സ്റ്റോറി റൈംസും എഴുതി നിങ്ങളത് പഠിച്ചിരിക്കണം. കാരണം ഓരോ ദിവസവും ചെല്ലുമ്പോ മിസ് ഇന്നൊരു നഴ്സറി സോങ് പാടിത്തരാട്ടോ എന്ന് പറയുമ്പോ, മിസ്സേ ഇന്നലെ പാടിയത് വേണ്ട, മിനിയാന്ന് പാടിയത് വേണ്ട എന്നായിരിക്കും കുട്ടികൾ പറയാം. അല്ലെങ്കിൽ ആ പേരെടുത്തിട്ട് ഇപ്പൊ ബാബ ബ്ലാക്ക് ഷീപ്പ് പാടണ്ടേ, ഇപ്പൊ മേരി ഹാഡ് എ ലിറ്റിൽ അതും വേണ്ട. ഇപ്പൊ സ്കൂളിൽ പോണതിന് മുന്നേ മക്കള് പഠിക്കുന്നുണ്ട്, കാർട്ടൂണായിട്ട് ടിവിയിൽ വരുവാണ്. അതെ അതെ. ഈ റെക്കോർഡ് ബുക്കിൽ ഈ ഒരു കാര്യം മാത്രമേ എഴുതേണ്ടിയുള്ളൂ? എത്ര വലുത് വേണം? അങ്ങനെ സൈസ് ഉണ്ടോ ബുക്കിന്? വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടാവോ പിന്നീട്? ഇല്ല, ഈ ബുക്ക് നമുക്ക് അതിന് മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. 15 പറഞ്ഞ മാമ? 25 റൈംസ്
അതിൽ 10 മലയാളം 15 ഇംഗ്ലീഷ്, ആ ടോട്ടൽ 25. 10 മലയാളം 15 ഇംഗ്ലീഷ്. റൈംസ് സ്റ്റോറിയും ഇതേപോലെ തന്നെ 25 എണ്ണം, 10 എണ്ണം മലയാളം, 15 എണ്ണം ഇംഗ്ലീഷ്. ഉം. അത് രണ്ടും എഴുതി തുടങ്ങി. പിന്നെ നിങ്ങൾ വായനാശീലമുള്ളവരാണ്, വായിക്കുന്ന കൂട്ടത്തിലാണ് എല്ലാവരും. ഇനി വായിക്കുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് വായിക്കുക. വായനാശീലം ഇല്ലാന്നുണ്ടെങ്കിൽ വായിച്ചു തുടങ്ങുക. മിനിമം 10 ബുക്കിന്റെ നമുക്ക് അതിന്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാനുണ്ട്. ഉം. നിങ്ങൾ റീഡ് ചെയ്ത 10 പുസ്തകത്തിന്റെ ആസ്വാദനക്കുറിപ്പ് ഒരു കാരണവശാലും നമ്മൾ അത് ഇവിടുന്ന് തരുന്നതല്ല. അത് നിങ്ങൾ വായിച്ചിട്ട് തന്നെ എഴുതണം. കഴിഞ്ഞ നിങ്ങളുടെ ഒരു 3-4 ബാച്ച് മുമ്പാണ് തോന്നുന്നു, അപ്പൊ നിങ്ങൾ തേർഡല്ലേ? അപ്പൊ 3 ബാച്ച് പുറകിലോട്ട് എക്സാമിന്റെ സമയത്ത് ഞാൻ നോക്കിയപ്പോ എല്ലാവരും സെയിം സ്റ്റോറിയുടെ ആസ്വാദനക്കുറിപ്പ്, നെയ്പായസം, ചെമ്മീൻ, നാലുകെട്ട്. അപ്പൊ ഞാൻ ഓരോ ആളുടെ എക്സാം നടത്തുമ്പോൾ ആസ്വാദനക്കുറിപ്പ് ഏതിന്റെയൊക്കെ എഴുതിയത്? മിസ് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാ എഴുതിയത്? ഈ എല്ലാരും പറയുന്നത് ഈ സ്റ്റോറീസ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാ മക്കളെ, നിങ്ങൾക്ക് ആരാണ് ആസ്വാദനക്കുറിപ്പ് തന്നത്? അത് ഞങ്ങൾക്ക് മിസ് അയച്ചു തന്നതാണ്. അപ്പോ അത് ഞാൻ തരൂല. നിങ്ങൾ ഏത് സ്റ്റോറി ആയിക്കോട്ടെ, ചെറിയൊരു കഥ ബുക്ക് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. നമ്മൾ ബാലരമയോ മലർവാടിയോ ഒക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കഥ ബുക്കുകളില്ലേ, അതായിക്കോട്ടെ. എന്നാലും നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. ആ എഴുതിയ ആള് വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ വായനക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അല്ലാതെ നമ്മൾ ഒരാൾ എഴുതി ഇത് ഇങ്ങനെ കോഴ്സ് കഴിയുന്നതിന്റെ ഇടയിൽ മതിയില്ലേ ഈ സംഭവം? ഇതൊക്കെ കോഴ്സ് കഴിയുന്നതിന്റെ അത് ഞാൻ കുറച്ച് സമയം തരാം, ഒരു 4 മാസത്തെ ഇടവേള വെച്ചാല് അത് എഴുതണം കേട്ടോ. എഴുതൽ നിർബന്ധമാണ്, എഴുതാതിരിക്കരുത്. കാരണം വായിക്കണമല്ലോ. ഓരോ കഥയും നമുക്ക് കുഞ്ഞു കഥയാണെങ്കിൽ പോലും നമ്മളത് വായിക്കണം. എഴുതാനായിട്ട് വായിക്കണ്ട, നിങ്ങളുടെ വായനാശീലം കൊണ്ടുവരും. ഇനി ഈ ആസ്വാദനക്കുറിപ്പ് എഴുതണല്ലോ, ഒരു 10 കഥ വായിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ സ്വയം വായനയിലേക്ക് എത്തുക. വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് സംസാരിക്കുമ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ റീൽ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ ഏത് പുസ്തകം പറ്റും മാം? ഏത് പുസ്തകവും പറ്റും. അല്ല, ഇംഗ്ലീഷോ ഒരു കഥനെ കുറിച്ചിട്ടുള്ള ആസ്വാദനക്കുറിപ്പ്, പിന്നെ അങ്ങനെയാണോ എഴുതണ്ടേ മിസ്സേ? അതോ ഒരു ഒരു ബുക്ക് ഫുള്ള് കഥയോ നോവലോ? കഥ നമ്മള് കുട്ടികളെ ബുക്കിലൊക്കെ ഉണ്ടാവുമല്ലോ കഥകള്, ആ അതെ, കഥകളെ കുറിച്ച് പറ്റൂലേ? പുസ്തകത്തിൽ ഇപ്പൊ നെയ്പായസം, MTയുടെ നാലുകെട്ട്, നോവൽ ഉണ്ടാവണം അങ്ങനെയല്ലല്ലോ, ഏതും ആവാം. അപ്പൊ നമ്മളിപ്പോ നെയ്പായസം ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ നെയ്പായസം നിങ്ങൾക്ക് സ്കൂളിൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. പാത്തുമ്മയുടെ ആടുണ്ടായിരുന്നു. നെയ്പായസം വായിച്ചിട്ടുണ്ടോ പാത്തുമ്മയുടെ ആരെങ്കിലും? ആട് ഉണ്ടായിനി. ആദ്യമായിട്ടാ കേൾക്കണേ നെയ്പായസം. എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ കേട്ടത് പറയാം, പാത്തുമ്മയുടെ ആട് അല്ലെ? പാത്തുമ്മയുടെ ആട് ആരാ എഴുതിയത്? വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ ബഷീർ ഈ പാത്തുമ്മയുടെ ആട് എഴുതാനുണ്ടായ സാഹചര്യം, അതുപോലെ പാത്തുമ്മയുടെ ആട് എന്ന കഥയിലെ കഥാപാത്രം ആരായിരുന്നു ബഷീറിന്റെ, അപ്പൊ അത് നമുക്ക് ആ ഒരു കഥ വായിക്കുമ്പോ നമ്മൾ ആ നമുക്ക് കഥയിലൂടെ എന്താണോ മനസ്സിലാവണേ അത് എഴുതാൻ അല്ലേ? ചിലപ്പോ നമ്മളൊരു പാത്തുമ്മയായിട്ട് മാറും അല്ലേ? നമുക്കൊരാടൊക്കെ ഉള്ളത് പോലെ നമുക്ക് സങ്കല്പിക്കാൻ തോന്നും. അപ്പൊ അത് ആ കഥയിലേക്ക് നമ്മളാണ് കൊണ്ടുപോവാണ് എഴുത്തുകാരൻ. അത്രയും മനോഹരമായിട്ട് ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് പോലും നമ്മൾ അതിലേക്ക് ലയിച്ചു പോവുകയാണ്. അതാണ് ഒരു കഥാകാരന്റെ മിടുക്ക്. അപ്പൊ അത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കൊരു ആസ്വാദനക്കുറിപ്പ്, ഒരു ഹരം വരികയാണ്, അടുത്തതൊന്നുകൂടി വായിക്കട്ടെ എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഏത് രീതിയിലാണോ ആ കഥ വായിച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നത്
അത് റിയലായിട്ട് എഴുതുക, ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം. നെയ്പായസം എന്ന് പറഞ്ഞാല് മാധവിക്കുട്ടിയുടെയാണ്. ദെൻ അത് ഒരു അമ്മയും അച്ഛനും 2 മക്കളും. അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് പൊതുവേ നമ്മളൊക്കെ പറയാറുണ്ട് അമ്മയുടെ ക്ഷീണവും മറ്റൊന്നും അറിയാതെ അമ്മ മക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ഭർത്താവിന് വേണ്ടിയിട്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണ് സ്ത്രീ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു രീതിയിൽ ആള് രാവിലെ ജോലിക്ക് പോകുമ്പോൾ കുട്ടികൾക്കും ഭർത്താവിനൊക്കെ ഭക്ഷണം കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം വന്നാൽ കഴിക്കാനുള്ള നെയ്പായസം വരെ ഉണ്ടാക്കി വെക്കുകയാണ്. പായസം ഉണ്ടാക്കി വെച്ചിട്ട് അവിടുന്ന് കിച്ചണിലേക്ക് പോരുന്ന സമയത്ത് വീണു പോവാണ്. അമ്മ വീണു പോകും. കുട്ടികൾ വീട്ടിലില്ല, ഹസ്ബൻഡും വീട്ടിലില്ല. അങ്ങനെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്ന സമയത്ത് ഭാര്യ താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടേഴ്സ് അപ്പൊ തന്നെ പറയുന്നുണ്ട് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, കാരണം അല്ലാത്തൊരു സീരിയസ് കണ്ടീഷനാണ്. തിരിച്ച് വീട്ടിലേക്ക് ഭർത്താവ് വരുമ്പോൾ കുട്ടികൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് അവരോട് അമ്മ മരിച്ചത് പറയാതെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം അവർ ആസ്വദിച്ച് കഴിക്കുക. ആ ഒരു നെയ്പായസം വരെ അവര് ആസ്വദിച്ച് കഴിക്കുക. അതാണ് ആ ഒരു കഥയുടെ തീം. ശരിക്കും അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ കരഞ്ഞു പോകും. അത്രയും ഞാനിപ്പോ പറയുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഫീല് കിട്ടില്ല. പറയുന്ന സമയത്ത് തന്നെ ഒരു ഇമാജിനേഷൻ വരുന്നുണ്ട് സംഭവം. ഓക്കെ. പക്ഷെ ഇതൊന്നല്ല അതിന്റെ ഫീല്. അത് വായിക്കുന്ന സമയത്ത് നമ്മളായി പോവും. മിസ് പറഞ്ഞപ്പോ അത് വായിക്കാനൊരു ഇത് വരുന്നുണ്ട്. പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. നെയ്പായസം എന്നടിച്ചാൽ തന്നെ കിട്ടും. അപ്പോ അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. നെറ്റില് അതിന്റെ PDF കിട്ടും. ആ PDF റീഡ് ചെയ്യാം. എന്നാലും 10 നോവലിൻ്റെതാണോ മിസ് ചെയ്യുന്നത്? 10 നോവലിന്റെ മിനിമം 10. മാം 10-ൽ പറഞ്ഞില്ലേ മറ്റേ റൈമോ പോയമൊക്കെ എഴുതാണ്, ആ സെയിം ബുക്കിലാണോ ഈ ആസ്വാദനക്കുറിപ്പ് എഴുതണ്ടേ? അതെ. ആ ബുക്കില് നമുക്ക് ഏകദേശം 25 50 പേജിന്റെ പിക്ചറും കൂടെ വേണ്ടി വരും. എനിക്ക് തോന്നുന്നു 200 പേജിന്റെ ബുക്ക് വാങ്ങിയാല് ആസ്വാദനക്കുറിപ്പും റിലീസ് നോട്ടും മീഡിയംസും അതിലെഴുതാം. റിലീസ് നോട്ടാണ് ആസ്വാദനക്കുറിപ്പ് കേട്ടോ. റിലീസ് നോട്ട് എന്ന് പറയുന്നതാണ് ആസ്വാദനക്കുറിപ്പ്. അതില് മീഡിയംസും പ്രോവർബ്സും കൂടി പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് എത്ര റൈമോ എത്ര ഒന്നും കൂടി ഒന്ന് പറയോ? 25 ടോട്ടല് റൈംസും സ്റ്റോറിയും. അതില് 10 മലയാളം 15 ഇംഗ്ലീഷും. ഓക്കെ. ആസ്വാദനക്കുറിപ്പ് ഏതിലാ എഴുതേണ്ടത്? നോട്ടില ഏതെങ്കിലും നോട്ടിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഈ റൈംസിന്റെ സ്റ്റോറിന്റെയും ബാക്കി വരില്ലേ പേജ്, അതിലെഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് A4-ലും എഴുതാം. A4-ൽ നമ്മള് ഇങ്ങനത്തെ ഒരു ബുക്കില് മതി. നോക്കി കൊച്ചിന്റെ കാണിച്ചതാ ഇങ്ങനെ റെക്കോർഡ് ബുക്ക്. കോളേജ് സൈസ് ബുക്ക് വാങ്ങി. അതെ, യെസ്, അത് തന്നെയാണ്. അത് തന്നെയാണ് കേട്ടോ. ലൈൻ ഇല്ലാത്താണോ ലൈൻ ഉള്ളതാണോ? ലൈന് നിർബന്ധമൊന്നുമില്ല. മിക്കത് ചിലപ്പോൾ ലൈൻ ഇല്ലാത്തത് പറയുമ്പോൾ ചിലപ്പോൾ ലൈൻ ഉള്ളതും ഉണ്ട്, ലൈൻ ഇല്ലാത്തതും ഉണ്ട്. അപ്പൊ രണ്ടും ചൂസ് ചെയ്യാം. ലൈൻ ഇല്ലാത്തതിലാണ് ശരിക്കും എഴുതി ശീലിക്കേണ്ടത്. പിന്നെ വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് കോപ്പിറൈറ്റ്. 2 ലൈനും 4 ലൈനും എഴുതി പ്രാക്ടീസ് ചെയ്യണം. മലയാളം കുട്ടികളെ മുമ്പിൽ നിന്ന് എഴുതുമ്പോ മക്കള് പറയും, അയ്യോ കൊടുക്കണതാ ഓലെ പഠിപ്പിച്ചത് അതൊക്കെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ. അതിന്റെ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് KG-യില് കോപ്പി എഴുതാനുണ്ടാവും. കൃത്യമായിട്ട് അതെ. ഇൻ കേസ് ഇപ്പൊ നിങ്ങളെ മക്കളുടെ കോപ്പിയിൽ തന്നെ ടീച്ചേഴ്സ് എഴുതി കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ഫോൾട്ട് വരാം. ആ വരികള് ലൈനൊക്കെ ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്ററിൽ കോപ്പി എഴുതുന്ന സമയത്ത് എല്ലാം അപ്പർ ലൈനാണ്. അതായത് താഴെ 4th ലൈനിലേക്ക് ഒരു ലെറ്റർ പോലും ടച്ച് ചെയ്യുന്നില്ല ക്യാപിറ്റൽ ലെറ്ററിൽ ഇംഗ്ലീഷില്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ മൊത്തം 3 ലൈനിലാണ് വരുന്നത്. അതെ. പക്ഷെ സ്മോൾ ലെറ്റേഴ്സിൽ വരുമ്പം അപ്പർ ലൈൻ ഉണ്ട്, മിഡിൽ ലൈൻ ഉണ്ട്,
ലോവർ ലൈൻ ഉണ്ട്. 12. 4ലേക്കും വരുന്നത്. അപ്പൊ 4 ലൈനും ടച്ച് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ട്. ഏതാ? 4 ലൈനും ടച്ച് ചെയ്യുന്ന ഒരു ലെറ്ററേ ഉള്ളൂ. ഏതേതാ? സ്മോൾ ലെറ്ററിലോ? ആ ഇതോ അല്ലല്ല. ഇംഗ്ലീഷ്. ജി ആണ് മിസ്സേ. ഏത്? ജി 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 ഇല്ല, ആണ്. മുകളിലെ ലെറ്റർ ജെ തട്ടില്ലല്ലോ ആണോ? ജിന്റെ. ജെയുടെ അല്ല. വൈ ആണോ? അല്ല. അയ്യോ അല്ല. കെ ആണോ? വൈ. മിസ് അറിയില്ല, മിസ് പറഞ്ഞു. എക്സ് ആണ് എക്സ്. അല്ല. വൈ അറിയില്ല. കെ ആണോ? അല്ല. നോ ഐഡിയ. എഫ്. എഫ് ഞാൻ പറഞ്ഞേ. എഫ് പറഞ്ഞിരുന്നോ ഷംല? ഞാൻ പറഞ്ഞിരുന്നു. മിസ്രിയ പറഞ്ഞിരുന്നു. അതാ. ആ ഞാൻ എഫ് ശരി, ആയിരുന്നു മിസ് ആദ്യം പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടായിരുന്നെ. ഞാൻ കേട്ടില്ല, സോറി കേട്ടോ. എഫ് ആണ് 4 ലൈനിൽ ടച്ച് ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എഫ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് എഫ് എന്ന് വരുമ്പം എസ് പറയാനായിരുന്നു. എഫ് എന്നുള്ളത് 4 ലൈനിൽ വരുന്നുണ്ട്. അപ്പം അപ്പർ ലൈനിൽ ഇപ്പൊ മിഡിൽ ലൈനിലാണ് എ സി ഇ അങ്ങനെ കുറച്ച് ലെറ്റേഴ്സ് വരും. എം എൻ അങ്ങനെ വരുന്നുണ്ട്. അപ്പർ ലൈൻ ടച്ച് ചെയ്യുന്നതാണ് ബി ഡി കെ എൽ എഫ് അങ്ങനെ ലെറ്റർ വരുന്നുണ്ട്. ലോവർ ലൈനിലേക്ക് വരുമ്പോൾ ജെ ജി വൈ ക്യു പി അങ്ങനെയുള്ള കുറെ ലെറ്റേഴ്സ്. അപ്പം ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ക വർഗം, ച വർഗം, ട വർഗം, പ വർഗം ഇങ്ങനെയാണ് ഓരോ ലൈനും ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വ്യഞ്ജനാക്ഷരങ്ങൾ ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് കള്ളികൾ വരച്ച് എഴുതുകയാണ്. 36 എന്നുള്ള രീതിയിൽ നമ്മൾ വരയ്ക്കുന്നുണ്ട് കള്ളികൾ. അപ്പൊ അവിടെ ക വർഗം ഫസ്റ്റ് ലൈനിൽ കച്ചടത്തപ്പ എന്നുള്ള ആ ലൈൻ ഓർഡർ ഇട്ടാ മതി. ക ച ഡ ത. പക്ഷെ ആ എന്നുള്ളത് ഒരേ റോല് തന്നെ വരണം. അതിന്റെ അടുത്തേക്ക് ച വർഗം വരാൻ പാടില്ല. അതെ, അടുത്ത ലൈനിലുള്ള കായും ചായും 2 റോല് തന്നെ വരണം. അപ്പൊ നിങ്ങള് എഴുതുമ്പോ ശ്രദ്ധിക്കുക, കള്ളി വരയ്ക്കുമ്പോ ശ്രദ്ധിക്കുക, കറക്റ്റ് ആയിട്ട് കവർഗം ചവർഗം പവർഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ തന്നെ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. ഓക്കെ. ഓരോന്നും കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ ചാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിലെ കാര്യങ്ങൾ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ മലയാളം ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്, ഞാനത് നിങ്ങളോട് പറയണമെന്ന് കരുതിയിട്ട് വിട്ടുപോയതാണ്. അതുപോലെ തന്നെ സ്വരാക്ഷരങ്ങളിൽ വരുന്ന സമയത്ത് ഈ സ്വരാക്ഷരങ്ങളില് ഒരു വാക്കിന്റെ ആദ്യത്തിൽ സ്വരാക്ഷരം വരികയാണെങ്കിൽ മാത്രമേ അതിന്റെ റിയൽ ആയിട്ടുള്ള ലെറ്റർ അവിടെ വരുന്നുള്ളൂ. ഇല, ഇ. പക്ഷെ നില എന്ന് പറയുമ്പം നായും ഈയും അല്ലല്ലോ കൊടുക്കുന്നത്, ഈന്റെ ചിഹ്നം അല്ലേ. അപ്പൊ നില എന്നല്ലേ കൊടുക്കുന്നത്, നിള എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കും. അവിടെ നമ്മള് പ്രത്യേകം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടാവണം കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യേണ്ടത്. ഇതൊന്നും നമ്മൾ അറിയാതെ കുട്ടികൾക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ വരുമ്പം ടീച്ചറെ ഇന്ന് കവർഗം പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയാണ് നമുക്കൊരു ആ പാരന്റിന് അറിയാം. അപ്പൊ നമ്മള് സ്വരാക്ഷരങ്ങളില് ക എന്ന അക്ഷരത്തിന്റെ എല്ലാ സൗണ്ട്സും പഠിക്കണം എന്ന് നമ്മൾ കോപ്പിയിൽ ഡയറിയിൽ എഴുതി വിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു പാരന്റ് നിങ്ങൾക്ക് വോയിസ് ഇടുകയാണ്, മിസ്സേ കവർഗം പഠിച്ചിട്ടില്ല കേട്ടോ, ഞങ്ങൾ ഇന്നലെ പുറത്തു പോയത്. കവർഗോ? ഞാൻ ഇന്നലെ പഠിക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയാൻ നിൽക്കരുത്. കാരണം ഇതൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇങ്ങനെ പാരന്റ്സിന്റെ ഇടയിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ട് ട്രെയിനീസ് നമ്മളോട് പറയും, മിസ്സേ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞടാ ഇതാണ് അത് നിങ്ങള് അപ്പൊ അങ്ങനെയാണല്ലേ. പിന്നെയാണ് ഞാൻ ഈ ചാർട്ടിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വന്നൊരു അനുഭവമാണ്.
പണ്ട് മിസ്സേ ഞമ്മക്കിപ്പോ നമ്മള് എന്റെ ടീച്ചേഴ്സായി കാലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മക്ക് അന്നേരം എന്തേ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ? അതേപ്പോ പറഞ്ഞ വിളിക്കാം, മാതിരി എന്തെങ്കിലും. ഒരു പ്രശ്നമല്ല. ഉം. അതെ, വിളിക്കാം, ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം. കാരണം നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഒരു ടീച്ചറായിരിക്കുമ്പോൾ നമ്മൾ കഴിയുന്നത് നമ്മുടെ മിസ്റ്റേക്സ് കുറയ്ക്കുകയാണ് വേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് ആ മിസ്റ്റേക്കിലൂടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ സ്വരാക്ഷരങ്ങൾ എഴുതിയിട്ട് സ്വരാക്ഷരങ്ങളിൽ നമ്മൾ ആ ചിഹ്നങ്ങളിലെ സ്വരാക്ഷരങ്ങൾ ഇപ്പൊ നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്നില്ലേ, അപ്പൊ അവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന രീതിയിൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലാഷ് കാർഡ് ചെയ്യാൻ, ഫ്ലാഷ് കാർഡ് ഇപ്പൊ ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ രീതി പറയാണ്. ഫ്ലാഷ് കാർഡ് ചെയ്യാനുണ്ട്. ഈ ഫ്ലാഷ് കാർഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ആ എന്നുള്ളത് നമുക്ക് നോർമലി എല്ലാ അക്ഷരങ്ങൾക്കും ആ എന്ന് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. പക്ഷെ ക എന്ന് പറയുമ്പോൾ ആ എന്നുള്ള ചിഹ്നമാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ചിഹ്നങ്ങള് വാക്ക് ബ്ലാക്ക് കളറിലും ചിഹ്നം റെഡിലുമാണ് നമ്മൾ എഴുതുക. കാരണം ആ ചിഹ്നം കുട്ടിക്ക് കൊടുക്കാൻ. അപ്പൊ പലപ്പോഴും ട്രെയിനിങ് സമയത്ത് പോകുമ്പോൾ കുട്ടികൾ എന്നോട് പറയുന്ന ഒരു പ്രശ്നമാണ്, മിസ്സേ ഇന്ന് പഠിപ്പിച്ചിട്ട് കായുടെ കൂടെ ചിഹ്നങ്ങളും കൂടി പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാന്റെ ചിഹ്നങ്ങൾ ഏതൊക്കെ? അപ്പൊ ഞാൻ പറഞ്ഞു, കാന്റെ ചിഹ്നങ്ങളെല്ലാം നിന്നോട് പഠിപ്പിക്കാൻ പറഞ്ഞത് കായുടെ കൂടെ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷിൽ AEIOU, ഇംഗ്ലീഷിൽ വരുമ്പോ AEIOU എന്നുള്ള സൗണ്ട്സ് ആണ്. നമുക്ക് ഇവിടെ മലയാളത്തിലെ ചിഹ്നങ്ങൾ പറയുമ്പോൾ ഇംഗ്ലീഷിൽ AEIOU ആണ്. AEIOU എന്നുള്ള വൊവൽ സൗണ്ട് മറ്റു കൺസണൻസിന്റെ കൂടെ വരുമ്പോഴാണ് അതിന്റെ സൗണ്ട് മാറുന്നത്. കറക്റ്റ് അല്ലേ? എം എന്നുള്ള സൗണ്ടിനെ മ എന്ന് ഉച്ചരിക്കണമെന്നുണ്ടെങ്കിൽ എ ആഡ് ചെയ്യണം. മീ എന്ന് ഉച്ചരിക്കണമെങ്കിൽ ഐ ആഡ് ചെയ്യണം. മേ എന്ന് ഉച്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഇ ആഡ് ചെയ്യണം. ദെൻ മോ എന്ന് ഉച്ചരിക്കണമെങ്കിൽ ഓ ആഡ് ചെയ്യണം. യു ആഡ് ചെയ്യുമ്പോൾ മ എന്നോ അല്ലെങ്കിൽ മു എന്നോ നമ്മൾ ഉച്ചരിക്കുന്നത്. അതിന്റെ എന്തായിരുന്നു? പിന്നെ ഇവിടെയാണോ അല്ലെങ്കിൽ പേഴ്സണൽ ആണോ എനിക്കറിയില്ല. പിന്നെ ഇതിന്റെ ഇംഗ്ലീഷ് തന്നെ നമുക്ക് വരുമ്പോൾ ആ ആ ആ ഇ ഈ ഉ ഊ എന്ന് ഉച്ചാരണം വരുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം എ എന്നുള്ളത് മാത്രമാണ് ആ എന്ന് ഉച്ചരിക്കുന്നതിന്. പക്ഷെ ഈ ഈ ഐ ആണ്. ഈ വരുമ്പോഴോ ഈ അല്ലെ, ഡബിൾ ഇ. ഓ വൺ ഓ. ഊ ഓ എന്നല്ല, ഓ എന്ന് ഉച്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഓ എ വരണം അല്ലേ? സോക്കറ്റ്, സോക്കറ്റ്, OACKET, സോക്കറ്റ്. പക്ഷെ ഓ വന്നാല് ഊവായി. അതിൽ തന്നെ ചെറിയ നീട്ടാനുള്ളതും ഉണ്ട്, ലോങ് വവലും ഉണ്ട്, ഷോർട്ടായിട്ട് നമ്മൾ ഉച്ചരിക്കുന്നതും ഉണ്ട്. ഫുഡ്, FOOD. ബ്രൂ, BROOM. രണ്ടും ഒരേ ലെറ്റേഴ്സ് തന്നെയല്ലേ കൊടുത്തത്? ഇതിപ്പോ അപ്പൊ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കണ്ടല്ലോ മിസ് പറയുന്നേ? എങ്ങനെ? ഫ്ലാഷ് കാർഡ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടതല്ലേ? അല്ലല്ല, ഞാനിപ്പോ സൗണ്ട്സിന്റെ ആണ് പറയുന്നത്. ഫ്ലാഷ് കാർഡിൻ്റെത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അത് മലയാളത്തിലാണ് ഫ്ലാഷ് കാർഡ് വരുന്നത്, ചിഹ്നങ്ങൾ മാത്രമായിട്ട് വരുന്നത്. ഈ ചാർട്ടിന്റെ സംഭവം കഴിഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ ചാർട്ടിന്റെ അത് പറഞ്ഞല്ലോ ഞാൻ, ചാർട്ട് കഴിഞ്ഞിട്ട് മതി. ചാർട്ടിന് 2 വീക്സ് തരാം. ഇത് എല്ലാ ചാർട്ടും മാം പറഞ്ഞ ഈ 10 ചാർട്ടും 2 വീക്ക്. 2 വീക്സ് പോരെ? ഒരു ചാർട്ടിന് ആകെ 1 മണിക്കൂർ 2 മണിക്കൂർ മതി. അറബിക്കില് ഇനിയിപ്പോ 10 ദിവസം ചെയ്യണമെങ്കിൽ എല്ലാ കുട്ടികളെല്ലാരും ഉണ്ടാവും വീട്ടില്. എന്താ പറഞ്ഞേ? ഒരു കാര്യം ചോദിച്ചോട്ടെ? പിന്നെ അറബിക്കില് നമുക്ക് ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതില് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ചാർട്ട് അല്ലേ വേണ്ടത്? അതെ.
അറബിക്കില് ഒരു അത് ചാപ്റ്റർ എങ്ങനെയാണെന്നൊന്ന് പറയോ? അറബിക്കില് 2 ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടോ? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യും. അറബിക്കില് നമുക്ക് അക്ഷരങ്ങൾ കൊടുക്കാം ഒരു ചാർട്ട്. മറ്റേത് നമുക്ക് നമ്മള് അറബിന്റെ അതിൽ ചെയ്തത് ഫ്ലാഷ് കാർഡ് അക്ഷരങ്ങളുടെ, പിന്നെ ചാർട്ട് എഴുതിയത് അതിനോട് വേർഡ്സും കൂടി കൂടിയിട്ടുള്ള വേർഡ്സും കൂടി കൂട്ടിയിട്ടുണ്ട്. അതെ, പിക്ചറും ആഡ് ആക്കിയിട്ട്. ആഡ് ആക്കിയിട്ട് വരുന്നത്. അപ്പൊ അതാണ് അബുൽ ആ അലിഫ് ബ ആ ത ആ ത അതെ. അതേ രീതിയിൽ കൊടുക്കാം. അത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കൊടുക്കാം. കാരണം എനിക്ക് അറബിയിൽ വലിയ ഉള്ളത് അത് പറയാലോ. നമ്മൾ അന്ന് അങ്ങനെ ചെയ്തതാ. ആ. അതുകൊണ്ടാണ് ഞാൻ അറബിയുടെ ഞാൻ SOS ആണ്, അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ ആണ്, ചെയ്താൽ നല്ലതാണ്. ആ കോപ്പി ചെയ്തണ്ടേ പറഞ്ഞ ജസ്റ്റ് കോപ്പിന്റെ നോട്ട് 4 വരെ കോപ്പി വാങ്ങിക്കുക. 4 വരെ കോപ്പി 2 ലൈനും 4 അതുപോലെ ലൈനൊക്കെ വേണോ? 2 ലൈനും 4 ലൈനും വാങ്ങിക്കുക. 2 ലൈനിലാണ് നമ്മള് മലയാളം എഴുതുന്നത്. അതുപോലെ അറബി 2 ലൈനിൽ എഴുതാം. പക്ഷെ ഹിന്ദി 2 ലൈനിലേക്കാളും ഏറ്റവും ബെറ്റർ 4 ലൈനാണ്. 2 ലൈനിലാണ് നോർമലി നമ്മൾ ഹിന്ദി സ്കൂളിൽ നിന്നൊക്കെ എഴുതി പഠിച്ചത്. പക്ഷെ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എഴുതി പഠിക്കാൻ പറ്റുന്നത് 4 ലൈനാണ്. കാരണം വെച്ചാല് നമ്മൾ ആ എന്ന് എഴുതുമ്പോൾ നമ്മൾ 3 ലൈന് യൂസ് ചെയ്തിട്ട് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. മറ്റേ 2 ലൈനിന്റെ ഉള്ളിൽ ആ എന്നുള്ള അക്ഷരം നമ്മൾ പൊള്ളിച്ചെഴുതണം. കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു മക്കൾക്ക് ഹിന്ദി കോപ്പി 2 ലൈൻ ആണ് തന്നെ. 2 ലൈനിലാണ് നോർമലി കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് എഴുതി പഠിക്കാനാണ് പറഞ്ഞത്. അപ്പം അത് കുട്ടികൾക്കല്ല ഞാൻ കൊടുക്കുന്നത്. അത് 2 ലൈനിലാണ് കൊടുക്കുന്നത് നോർമലി. പക്ഷെ നിങ്ങളത് എഴുതി പഠിക്കുമ്പോൾ കൃത്യമായിരിക്കണം ലെറ്റേഴ്സ്. ആ സെന്റർ പോർഷൻ പോലും 4 ലൈനിൽ എഴുതിയിട്ട് 2 ലൈനിൽ എഴുതി പഠിച്ചാൽ മതി കേട്ടോ. എഴുതി നോക്കുക. അത് 2 ലൈനിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം 2 ലൈനിലാണ് നോർമലി സ്കൂളിൽ നിന്ന് കൊടുക്കാറുള്ളത്. സ്കൂളിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് 2 ലൈനിലാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ എഴുതുമ്പോൾ 2 ലൈൻ എഴുതുമ്പോ കുഴപ്പമില്ല മിസ്. 4 ലൈൻ എഴുതുമ്പോ എങ്ങനെയാ വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല. 2 ലൈൻ തന്നെ എഴുതിയാൽ മതി. ഓക്കെ. ഹിന്ദി, അറബി, മലയാളം 2 ലൈന്. ഇത് ജസ്റ്റ് നമ്മൾ എഴുതി പഠിച്ചാ പോരെ എപ്പോഴെങ്കിലും അങ്ങനെ. ഇത് എക്സാമിന് സെൻഡ് സബ്മിറ്റ് ചെയ്യണോ? ചെയ്യണം കേട്ടോ. സബ്മിറ്റ് ചെയ്യണം എക്സാമിന് കമ്മീഷൻ സമയം സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എഴുതി പഠിക്കാം കേട്ടോ. അക്ഷരം എഴുതാം. പിന്നെ ഏതൊക്കെ 2 ലൈന്? അക്ഷരങ്ങൾ മാത്രം എഴുതാതെ അക്ഷരം അക്ഷരം മാത്രം എഴുതിയാൽ പോരാ. ആദ്യ അക്ഷരങ്ങൾ എഴുതുക, പിന്നീട് വാക്കുകൾ എഴുതിയിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. തെറ്റിക്കാൻ ആ നോട്ട് ഇപ്പൊ ഒരു 200 പേജിന്റെ ആണെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് ആക്കാം. 2 ലൈൻ നിങ്ങൾ 200 പേജ് വാങ്ങിക്കോ. കാരണം എന്താന്ന് പറയാ, 3 സബ്ജക്ട് വരുന്നില്ലേ. 4 ലൈൻ നിങ്ങൾക്ക് 100 പേജ് മതി. സെപ്പറേറ്റ് വാങ്ങണ്ട. വേണ്ട. അത് തന്നെ നിങ്ങൾ പിന്നെ ഒന്ന് പേജ് മടക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ 2 ലൈനിന്റെ ഏതൊക്കെ വേണ്ടി? ഹിന്ദി, മലയാളം, അറബി. പിന്നെ 4 ലൈനിൽ ഇംഗ്ലീഷ്. 4 ലൈനിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ ചെയ്യുമ്പോൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾ വാക്കുകൾ എഴുതുന്ന സമയത്ത് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ട് സ്മോൾ ലെറ്റർ എഴുതുക. സ്മോൾ ലെറ്ററിൽ മാത്രം ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് സ്മോൾ ലെറ്റർ എഴുതുക. അതിൽ പ്ലേസ് നെയിം, അതുപോലെ നിങ്ങളുടെ ഹ്യൂമൻ നെയിം, അങ്ങനെയുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള നെയിംസ് വരുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതി ശീലിക്കുക. കാരണം പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസിന്റെ മുമ്പ് അവരൊക്കെ അവരുടെ പേര് നമുക്ക് എഴുതി തരാൻ പറയുമ്പോൾ തന്നെ അവർ സ്മോൾ ലെറ്ററിൽ എഴുതി തരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ആ ഒരു തെറ്റ് വരുത്തരുത് കുട്ടികളുടെ മുമ്പിൽ. കുട്ടികളുടെ പേരൊക്കെ നമ്മൾ പെട്ടെന്ന് കോപ്പിയിലൊക്കെ എഴുതല്ലേ, അവർക്ക് ആർക്കെങ്കിലും ഡയറിയിലൊക്കെ എഴുതി കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് എഴുതും ഒരെഴുത്ത്, എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ സെന്റൻസിന്റെ ഇടയിൽ ഫുൾ സ്റ്റോപ്പ് ഇടുക, കോമ ഉള്ളിടത്ത് കോമ കൊടുക്കുക. അതുപോലെ ഏതെങ്കിലും കോട്ടിങ്സ് ഒക്കെ ആണെങ്കിൽ
ഇൻവെർട്ടർ കോമ കൊടുക്കുക, ഡബിൾ കൊട്ടേഷൻ കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ അത് ആദ്യം അക്ഷരങ്ങൾ എഴുതുക, പിന്നീട് വാക്കുകൾ എഴുതുക, പിന്നെ ഇംഗ്ലീഷിൽ സെന്റൻസും കൂടെ ആഡ് ചെയ്യണം. സെന്റൻസ് എഴുതുമ്പോഴാണ് നമുക്ക് ഇതിന്റെ സെന്റൻസിന്റെ ഫോർമേഷനും റൂൾസ് ഒക്കെ വരുന്നത്. ഇപ്പം മോണ്ടസറിക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലാംഗ്വേജിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ പ്രീ പ്രൈമറിക്കാർ എഴുതി തന്നെ ശീലിക്കണം. നമ്മൾ കൃത്യമായിട്ട് എഴുതേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ വിട്ടുതരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചാർട്ടിന് 2 വീക്സ്, അതിന് ഡേറ്റ് ഞാൻ വിടാം. റൈംസ് ആൻഡ് സ്റ്റോറി ഒരു 1 മന്ത് പോരെ? 2 വീക്സ് കഴിഞ്ഞിട്ടുള്ള 2 വീക്സും കൂടെ പോരെ? എഴുതില്ലേ? അത് മതി. കാരണം നമുക്ക് കുറെ വർക്ക് ഇനി പെൻഡിങ് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. മതി. അപ്പം ഒരു 1 മന്തിന്റെ ഉള്ളിൽ ചാർട്ടും നമുക്ക് സ്റ്റോറിയും ടൈംസും കംപ്ലീറ്റ് ആവും. അതിന് ശേഷമാണ് എന്തെഴുതേണ്ടത്? ഫ്ലാഷ് കാർഡും കാര്യങ്ങളും. അപ്പൊ അത് ആ സമയത്ത് തരാം. ഇന്ന് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇതിന്റെ സബ്മിഷൻ ഡേറ്റും കാര്യങ്ങളും ഇടാം. ഓക്കെ കേട്ടോ. പിന്നെ ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് തരിക. കാരണം എന്താ വെച്ചാല് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് മറ്റൊരാളുടെ ഡൗട്ട് ആയിരിക്കാം. അപ്പൊ അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇതിലൊരുപാട് പേര് ഇതിപ്പോ 2 വർക്ക് ഉള്ള ഒരു മാസത്തിലേക്കുള്ള ഇതേ ചാർട്ട് തന്നിട്ടുള്ളൂ. വർക്ക് ഉണ്ടോ എന്ന് ബാക്കിയുള്ള ക്ലിയർ പിന്നെ ചെയ്ത് തരണേ. പറയാനാണ്. എങ്ങനെ ഇപ്പൊ ഈ 2 മാത്സിലുള്ള ചാർട്ട് വർക്കിൻ്റെത് മാത്സിന്റെ മോഡൽ ഞാൻ ഒന്നുകൂടെ വിട്ടിട്ടുണ്ട്. എടാ 200 മാത്സ് വരെ 1 to 100 വരെ 10 എന്നുള്ള കള്ളി വരച്ചിട്ട് ഞാൻ വിട്ടിട്ടുണ്ട് മോഡല്. സബ്ജുമ എന്താ പറഞ്ഞിരുന്നു നേരത്തെ? ഈ 2 ചാർട്ടും പോയം റൈമൊക്കെ ഇതല്ലേ, അത് രണ്ടും കൂടി ഒരു മാസം. പിന്നെ അടുത്ത പിന്നെ ഇത് വേറൊന്നും പറഞ്ഞില്ലേനു, ആസ്വാദന കുറിപ്പ്, അതൊക്കെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ് തരുമോ മാം? അത് നിങ്ങൾക്ക് അല്ല, ഡേറ്റ് അല്ല, അത് 4 മാസം. 4 4 മാസം. മാസത്തിനുള്ളിൽ നിങ്ങൾ 10 ബുക്ക് റീഡ് ചെയ്യുക. അത് പിന്നെ ഈ അത് ഈ കോപ്പിയോ? വർക്കിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ അതിന്റെ ഇടയിൽ എങ്ങനെ എഴുതിക്കോളൂ ഓക്കെ. അപ്പൊ ഈ കേട്ടോ. കോപ്പിയോ? കോപ്പി പിന്നെ നിങ്ങൾ എഴുതി ശീലിക്കേണ്ട കാര്യമാണ്. അതിന് സമയമില്ല. കാരണം ഈ കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. അത് ലാസ്റ്റിലേക്കാണ് നമുക്ക് ആവശ്യം വരിക. ലാസ്റ്റിലേക്ക് കമ്മീഷന്റെ സമയത്താണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ കേട്ടോ. ഈ അപ്പൊ കോഴ്സ് ഇതിന്റെ തീരുന്നതിന്റെ സമയത്തുള്ള ഇടയിൽ ചോദ്യം. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, ഒഴിവുള്ള ടൈമിലൊക്കെ. അറബിക്കിന്റെ അതും പറഞ്ഞിട്ട് മിനിമം 10 ചാർട്ട് പറഞ്ഞത്. അല്ലല്ല, അറബി ഇൻക്ലൂഡ് അല്ലാതെ. കാരണം അറബി മിക്കവരും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് 2, മലയാളം 3. ഞാൻ ഗ്രൂപ്പിൽ ഹിന്ദി ഇട്ടിട്ടുണ്ട് കറക്റ്റ് 3, ആയിട്ട്. ഇനി പറയുമ്പോ തെറ്റിപ്പോവും. മാത്സ്, ഹിന്ദി 3 വരുന്നുണ്ട്. ഹിന്ദി 2 എണ്ണം. ഹിന്ദി 2 മിസ്സേ, മലയാളം മാത്രമേ 3 വരുന്നുള്ളൂ. മിസ് മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നു. ഗ്രൂപ്പിൽ ഇതുവരെ അതിന്റെ ഒന്നും എത്തിയിട്ടില്ല. പ്രീ പ്രൈമറിന്റെ പ്രീ പ്രൈമറിയുടെ ഗ്രൂപ്പിലൊന്നും വന്നിട്ടില്ല. വന്നില്ലേ? അതെടാ, നിങ്ങള് ഇതിൽ സെൻഡ് ആയിട്ടുണ്ട്. നിങ്ങള് പിന്നെ ഇവിടെ ലൈനിലല്ലേ, ഐ മീൻ സൂമിലല്ലേ ഇപ്പൊ ഉള്ളത്? ഒരു മിനിറ്റ്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവാഞ്ഞിട്ടാണ്. എന്റെ പോന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി വരും. EVS ഒന്നല്ലേ മാം? EVS ഒന്നല്ലേ ഞാൻ ഇട്ടത്? 2 സബ്ജക്ട് തന്നെ അതിൽ ഏതേ ഒന്ന്. അല്ല, EVS 2 ഉണ്ട്. ഹോംവർക്ക് നേച്ചർ അല്ലെങ്കിൽ വിറ്റാമിൻ ചാർട്ട് എന്ന് നമുക്ക് പറഞ്ഞിട്ട്. ഏതെങ്കിലും ഒന്ന് എടുക്കാലോ. ഒന്നിക്ക് ഹോം എടുക്കാല്ലേ നേച്ചർ അല്ല, ആ എടുക്കാം. 2 സബ്ജക്ട് മാം വിറ്റാമിൻ തന്നല്ല, ചാർട്ട് എല്ലാം വേറെ ഇഷ്ടമുള്ള കേട്ടോ. ഏതെടുത്താ പോരെ? വിറ്റാമിൻ ചാർട്ട് വിറ്റാമിൻ ചാർട്ട് പറഞ്ഞില്ലേ, വിറ്റാമിൻ ചാർട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ, നിർബന്ധമാണ്. 2 ചാപ്റ്റർ ഉണ്ടാവും. EVS 2. കാരണം വിറ്റാമിൻ ചാർട്ടില് വിറ്റാമിൻ എയും ബിയും, ബിയിൽ തന്നെ വകഭേദങ്ങളുണ്ട്. B1, B2, B6, B12. നെക്സ്റ്റ് കേലും വരുന്നുണ്ട് അതേ രീതിയിൽ. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും. അതിന്റെ മോഡൽ ഞാൻ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ വെറൈറ്റി മോഡൽ ആണെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ മുമ്പത്തെ ബാച്ചുകാർ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അത് ഷെയർ ചെയ്ത് തരാം. പക്ഷെ അതേ രീതിയിൽ ചെയ്യരുത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണോ അതേ രീതിയിൽ ചെയ്യാം. പിന്നെ വിറ്റാമിൻ എ ഇപ്പൊ നിങ്ങൾ ഇത് എഴുതിയിട്ടുണ്ട്, ഹെൽത്ത് റെക്കോർഡ് എഴുതിയിട്ടുണ്ട്. അപ്പോ അവിടെ വിറ്റാമിൻ എന്റെ
നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്തെങ്കിലും എഴുതിക്കുകയാണെങ്കിൽ അവിടെ വിറ്റാമിൻ എന്റെ കുറവാണ് ആ രോഗം വരാനുള്ള കാരണം. അപ്പൊ ഈ വിറ്റാമിൻ എ ഏതിൽ നിന്നൊക്കെ കിട്ടും? അതിന്റെ ഫോട്ടോസ് ആണ് നമ്മൾ വിറ്റാമിൻ ചാർട്ടിൽ വെക്കുന്നത്. അവിടെ നമ്മളിപ്പോ ക്ലാസ് റൂമിൽ നമ്മളൊരു ക്ലാസ് ടീച്ചർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ വിറ്റാമിൻ ചാർട്ട് പ്രദർശിപ്പിക്കുകയാണ്. വിറ്റാമിൻ ചാർട്ട് പ്രദർശിപ്പിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിലൊക്കെ വൈറ്റ് ഡോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അപ്പൊ നമ്മൾക്ക് പാരന്റ്സിനോട് പറയാൻ പറ്റും, നിങ്ങൾ വിറ്റാമിൻ എന്റെ കുറവ്. അപ്പം ചിലപ്പോൾ പാരന്റ്സ്, ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് വന്നൊരു കേസാണ്, കുഞ്ഞിന്റെ ചുണ്ടിന്റെ ഭാഗത്തൊക്കെ വെളുത്ത കളറായിരുന്നു. അപ്പൊ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു വിറ്റാമിന്റെ കുറവല്ല, സ്കിൻ പ്രോബ്ലം ആണ്, സ്കിന്നിൽ വിറ്റാമിൻ കുറഞ്ഞു, സ്കിന്നിന്റെ ആവശ്യമുള്ള വിറ്റാമിൻ കുറവാണ്. അപ്പൊ സ്കിന്നിന്റെ വിറ്റാമിൻ ഏതിൽ നിന്നാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ ചാർട്ടിൽ നോക്കാം. ചാർട്ട് നോക്കിയിട്ട് അതിന്റെ ഫുഡ് പറഞ്ഞു കൊടുക്കാം. ഇന്ന ഫുഡ് നിങ്ങൾ കുഞ്ഞിന് കൊടുക്കും, നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുത്തൂടെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് കുഞ്ഞിന് വിറ്റാമിൻസിന്റെ കുറവുണ്ടെങ്കിൽ ഏതൊക്കെ ഏതൊക്കെ ഫ്രൂട്ട് കഴിച്ചാൽ കിട്ടുക. ഇപ്പം പഴത്തിൽ മാഗ്നീഷ്യം ഉണ്ട്, നേന്ത്രപ്പഴം കഴിക്കാൻ മടിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മള് മാഗ്നീഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ, പൊട്ടാഷ്യത്തിന്റെ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നേന്ത്രപ്പഴം കഴിക്കണം എന്നുള്ള നേന്ത്രപ്പഴത്തിൽ എന്താ ഉള്ളത് നമുക്ക് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് വിറ്റാമിൻ ചാർട്ട് പിക്ചറാണ് വെക്കേണ്ടത്. എന്തൊക്കെ അതിന്റെ പേരല്ല, മോഡൽ എങ്ങനെ കാണിച്ചു തരോ? മോഡൽ മോഡൽ കാണിച്ചു തരോ? വിട്ടിട്ടുണ്ട്. ഇല്ലല്ലോ, ഇതിൽ വന്നിട്ടില്ല. നമ്മള് വരും ഈ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ വരും കേട്ടോ. വന്നിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് ആ ഗ്രൂപ്പിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി, ഞാൻ ഒന്നുകൂടെ റീസെൻഡ് ചെയ്യാം. മാത്സ് ഇതൊന്നും മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ്, ആ മാത്സ്, മലയാളം. ആ ഞാൻ മാത്സ് ഒരു വിട്ടുതരാം കേട്ടോ. ചാർട്ടല്ലേ മിസ്സേ? എങ്ങനെ? മാത്സ് ഒരു ചാർട്ടല്ലേ? ആ ഒരു മാത്സ് ചാർട്ട്, ഒന്ന്, മാത്സ് ഒരു ചാർട്ട്. മാത്സ് മാത്സിന്റെ ഒന്നാണ്. വ്യഞ്ജനാക്ഷരം, ഉം, സ്വരാക്ഷരം, പിന്നെ ഉം. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ഇത് മാത്രമേ അതെ വന്നിട്ടുള്ളൂ. മലയാളം ഉം. മറ്റേ എന്താ പറയാ, 10 ഞാൻ വിട്ടിട്ടുണ്ട്. അതെന്തായാലും ഒരുമിച്ച് തന്നെ വരിക, എഴുതി വിട്ടതാണ്, കോപ്പി ചെയ്തിട്ടതാണ്. ഇപ്പെട്ടത് മോണ്ടിസറിയിലേ ഉള്ളൂ, മോണ്ടിസറി തിയറിയിലാണ് ഇട്ടത്, അതിൽ ഇത്രയും വന്നിട്ടുള്ളൂ. അപ്പൊ മാം ടോട്ടല് 12 ചാർട്ട് ആയല്ലോ. ഇല്ല 10 10 ഉള്ളൂ. ഇംഗ്ലീഷിൽ 2, ഇംഗ്ലീഷ് 2 മലയാളം 3 മലയാളം 3 അല്ലേ? ആ അറബിക്കും കൂടി കൂട്ടിയിട്ടാണ് 12 ഈ പറഞ്ഞത്. ഹിന്ദി 2, ഹിന്ദി 2, മാത്സ് 1, EVS 2. ഇംഗ്ലീഷ് 2, 10. അറബിക്കൂട് കൂട്ടിയിട്ടുണ്ടല്ലോ 12. പിന്നെ അറബി നിങ്ങൾ ഓൾറെഡി ചെയ്തതല്ലേ? അല്ല, ഇംഗ്ലീഷ് അത് ഉണ്ടല്ലോ, കൂട്ടാൻ ക്യാപിറ്റൽ തന്നെ ലെറ്ററും ഇല്ലേ? ഇല്ലേ, ക്യാപിറ്റൽ 12 ഇല്ല. 2, 3, പ്രഥമ 5. കൗണ്ട് ചെയ്യും. മലയാളം 2, ആ അല്ല മലയാളം 3, മലയാളം ഇംഗ്ലീഷ് 3, 2, ഇംഗ്ലീഷ് 5, 2, 5, ഹിന്ദി 2, 7. 7, മാത്സ് 1, 8, EVS 2, 10. 10. മിസ് ആ, ഓ, മിസ് 2, 5, 6, 7, മിസ്സേ 8, 9. ഈ ഓക്കെ. പിക്ചർ ഒട്ടിക്കൊക്കെ ഉണ്ടല്ലോ, ക്യാപിറ്റൽ ലെറ്റർ സെയിം തന്നെ ആ ആയിരിക്കും. അപ്പൊ 2 ഒട്ടിക്കണം. അതെ സെയിം പിക്ചർ ആയാലും പ്രശ്നമില്ലല്ലോ, സെയിം തന്നെ ക്യാപിറ്റൽ. സെയിം ആക്കാതിരുന്നായിട്ട് ബെറ്റർ. കാരണം കുഞ്ഞുങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോ ഇതന്നെയല്ലേ മിസ് നേരത്തെ പഠിപ്പിച്ചെന്ന് വെച്ചാല് നമുക്ക് ഡിഫറെന്റ് വേർഡ്സ് കൊടുത്തൂടെ? വരക്കണം തന്നെ ഇല്ലല്ലോ, നമുക്ക് പിക്ചേഴ്സ് ഒട്ടിച്ചാൽ മതിയല്ലോ അല്ലെ? പിക്ചേഴ്സ് ഒട്ടിക്കാം, പക്ഷെ വരച്ച എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് വരച്ച് കഴിയും. 9. സ്കെച്ച് എടുക്കാലോ. കാർബൺ പേപ്പർ വാങ്ങിയത്. കാർബൺ പേപ്പറിൽ സ്കെച്ച് എടുത്ത് എന്ത് മനോഹരമായിട്ട്, കാരണം നമുക്ക് ആ ഒരു കള്ളിക്കുള്ളിലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നല്ല ഭംഗിയാ. വരക്കാൻ അറിയില്ല, അതാ പറഞ്ഞ. ഓക്കെ സഫൂറാന്റെ മോന് പിടിച്ചു വാങ്ങി എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. ശരി, ഗുഡ് നൈറ്റ്. അടുത്ത മാസം മുതല് ടീച്ചിങ് പ്രാക്ടീസ് വരുന്നുണ്ട്. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, അതിന്റെ ഇല്ല. ചാർട്ട് വെച്ചിട്ട് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് എടുത്തു തരണം. സ്റ്റാർ വെച്ചിട്ട് ടീച്ചിങ് പ്രാക്ടീസ് എടുത്തു തരണം. നാട്ടിലാണ് മിസ്സേ, ഞാനിപ്പോ നാട്ടിലല്ലേ, പിന്നെ അങ്ങോട്ട് പോകുമ്പോ ചാർട്ടൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണല്ലേ? എല്ലാം കൊണ്ടുപോയിക്കോ, ഒന്നും വെക്കണ്ട. അവിടെ ഒരു പെട്ടി ഉണ്ടാവും. അവിടുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാ. ഇനി ജൂലൈയിലല്ലേ എക്സാം എന്ന് പറഞ്ഞേ?
സെവൻത്ത് നെക്സ്റ്റ് ജൂലൈ. ഞമ്മക്ക് എപ്പോഴാ എക്സാം വരിക? ഒരു വർഷം ആവുന്നപ്പോ ആവും. ജൂലൈയിൽ നമ്മൾ ക്ലാസ് ജൂലൈന് മുമ്പ് വരും. ആ ജൂലൈന് അപ്പൊ മുമ്പ് അങ്ങോട്ട് വരും. കാരണം അതെ. ഓക്കെ. അപ്പൊ അപ്പൊ അതിന്റെ മുന്നേ ട്രെയിനിങ് ഉണ്ടാവൂലേ, അപ്പൊ അതിന് യൂസ് ആവും. ട്രെയിനിങ് അതിന് മുമ്പ് ഉണ്ടാവും. അടുത്ത മാസം മുതൽ നിങ്ങൾ എനിക്ക് ക്ലാസ് എടുത്ത് തരണം. ഒരു വിഷയം തരിക മാം ചെയ്യാ. ഞാനൊരു സബ്ജക്ട് തരും. ഒരു ദിവസം ഒരാൾ 5 മിനിറ്റ് വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് 4 പേരെ വെച്ച് ചെയ്യിക്കാം. അപ്പൊ എല്ലാവരും എനിക്ക് കാണുകയും ചെയ്തിട്ട് ഓൺ ദ ഒരുപാട് സ്പോട്ടില് പേര് വിഷയം തരികയാണോ ചെയ്യാ? അല്ലല്ലോ. അല്ല, ഞാൻ ലെസൺ പ്ലാൻ തരും. ലെസൺ പ്ലാൻ നിങ്ങൾ മേക്ക് ചെയ്യുക. ലെസൺ പ്ലാൻ എന്നിട്ട് ആദ്യം ഞാൻ പറയുന്ന 4 പേരും അയച്ചു തരാം. ആ ലെസൺ പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുക. അപ്പൊ ആ ചാർട്ടും നിങ്ങൾ മേക്ക് ചെയ്ത സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലെസൺ പ്ലാനിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ? അതെ, ടൂളിൽ ഇടാണ്ട് ലെസൺ പ്ലാന്. അത് തന്നിട്ടേ ഞാൻ തരുള്ളൂ കേട്ടോ. ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത് അടുത്ത മാസം എന്ന് പറഞ്ഞത്. ഓക്കെ. ഓക്കെ, എന്നാ ശരി. ഗുഡ് നൈറ്റ്. Okay. അപ്പൊ ഇവിടെ ഹൈഡായി നിൽക്കുന്ന കുറെ പേരുണ്ട്. ഫസ്ന, ജുവൈരിയ, ഷെരീഫ, ജുബിന, സാബിറ, ഷംല, ജുമാന എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുണ്ട്. കുറച്ച് പേര് മാത്രമേ ഇതിലിങ്ങനെ. ജുമൈല എവിടോ പോവാൻ വേണ്ടി ഒരുങ്ങി. ഏതായാലും ജുമൈല പോയിട്ടുണ്ട്. അല്ല ജുമൈല. ഓക്കെ ക്യാമറ ഓഫ് ആണ് സർ. ഓക്കെ ശരി. എന്നാ ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.